better life for better living. ഏത് പ്രായക്കാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു അബ്സല്യൂട്ട്ലി ബ്യൂട്ടിഫുൾ സയൻറ്റിഫിക് മെഡിക്കൽ ഫേഷ്യലാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. സോ ഇത് മെൻ വിമൻ അങ്ങനെ വ്യത്യാസമില്ല, ഏജ് ഗ്രൂപ്പിൽ വ്യത്യാസമില്ല. എനിബഡി ഹു നീഡ്സ് എ ഗുഡ് റീജുവനേഷൻ ഓഫ് ദ സ്കിൻ ഒന്ന് റിജുവനേറ്റഡ് ആകണം എന്ന് വിചാരിക്കുന്ന ആർക്കും സേഫറായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സയൻറ്റിഫിക് മെഡിക്കൽ ഫേഷ്യലാണ് ഓക്സിജീനിയോ. ദിസ് ഈസ് എ മെഷീൻ കോൾഡ് ഓക്സിജീനിയോ. ഓക്സിജീനിയോ എന്ന് പറയുന്നത് ഒരു 3 സ്റ്റെപ്പ് പ്രൊസീജിയറാണ്. 3 സ്റ്റെപ്സുള്ള ഒരു പ്രൊസീജിയറാണ്. ഇറ്റ് ടേക്സ് അറൗണ്ട് ഒരു 45 മിനിറ്റ്സ് എടുക്കുന്ന ഒരു പ്രൊസീജിയറാണ്. ഇറ്റ് ഹാസ് ഗോട്ട് 2 ഹാൻഡ് പീസസ്. 2 ഹാൻഡ് പീസ് ഉണ്ട്. ഇത് ഒരെണ്ണം ഇസ് കോൾഡ് ദ റേഡിയോ ഫ്രീക്വൻസി ഹാൻഡ് പീസ്. രണ്ടാമത്തത് ഓക്സിജീനിയോയുടെ മെയിൻ മൈക്രോഡെർമബ്രേഷൻ ആൻഡ് ഓക്സിജനേറ്റിംഗ് ഹാൻഡ് പീസ്. ഇത് രണ്ടും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് ഓക്സിജീനിയോ എന്ന് പറയുന്നത്. ഇത് അബ്സല്യൂട്ട്ലി സയൻറ്റിഫിക് എന്ന് പറയാൻ കാര്യം നമ്മുടെ സ്കിൻ റീജുവനേഷൻ ആവശ്യമുള്ള സ്കിൻ കൊളജൻ സ്റ്റിമുലേഷൻ, സർക്കുലേഷൻ സ്റ്റിമുലേഷൻ, സ്കിന്നിൻ്റെ മൈക്രോ എക്സ്ഫോളിയേഷൻ, അതായത് പുറമേ ഉള്ള ഡെർമബ്രേഷൻ ചെയ്യുക, ഇതെല്ലാം നമ്മൾക്ക് ആർക്കും സ്കിൻ ബ്രൈറ്റനിങ്ങും സ്കിൻ റീജുവനേഷനും ആവശ്യമുള്ള സ്റ്റെപ്സാണ്. സോ ഓൾ ദീസ് 3 സ്റ്റെപ്സ് ആർ ദെയർ ഇൻ ദ ഓക്സിജീനിയോ മെഡിക്കൽ ഫേഷ്യൽ. പ്രത്യേകിച്ചും ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ പീപ്പിൾ ആർ ലുക്കിംഗ് ഫോർ നോ ടച്ച് പ്രൊസീജിയേഴ്സ്, അതായത് നമുക്ക് കൂടുതൽ ഹാൻഡ് കൊണ്ടുള്ള ഡയറക്റ്റ്ലി ഹ്യൂമൻ ടു ഹ്യൂമൻ ടച്ചസ് ഒക്കെ അവോയ്ഡ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഈ മെഡിക്കൽ ഫേഷ്യൽസ് ഹാവ് വൺ ദ ഹാർട്ട് ഓഫ് മെനി പീപ്പിൾ. സോ ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് സെല്ലർ ട്രീറ്റ്മെൻറ്റ്സ് ഓഫ് അവർ ക്ലിനിക്. സോ ലെറ്റ് us see ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. സ്റ്റാർട്ടിങ് വിത്ത് ദ ഫസ്റ്റ് വൺ വിച്ച് ഇസ് കോൾഡ് ദ ട്രൈപോളാർ. ട്രൈപോളാർ എന്ന് പറയുന്നതാണ് ഞാൻ ഈ പറഞ്ഞ റേഡിയോ ഫ്രീക്വൻസി ട്രീറ്റ്മെൻറ്റ്. ഇതിൽ ഈ ഇലക്ട്രോഡ്സ് അല്ലെങ്കിൽ ഈ പോയിൻറ്റ്സിൽ കൂടി റേഡിയോ ഫ്രീക്വൻസിയുടെ എനർജി പാസ് ചെയ്യുമ്പോൾ ദിസ് പ്രൊഡ്യൂസസ് എ സ്ലൈറ്റ് ഹീറ്റ് ഓൺ ദ സ്കിന്നിൽ ഒരു ചെറിയ ഹീറ്റിംഗ് ഉണ്ടാക്കും. ദാറ്റ് ഹീറ്റിംഗ് ബേസിക്കലി ഇംപ്രൂവ്സ് ദ കൊളജൻ ആൻഡ് ഇംപ്രൂവ്സ് ദ സർക്കുലേഷൻ അണ്ടർ ദ സ്കിൻ. അതാണ് ഈ ഒരു പ്രോബിൻ്റെ ഒരു ബ്യൂട്ടി. ദിസ് വിൽ ടേക്ക് അറൗണ്ട് ഒരു 20 മിനിറ്റ്സ് ഓഫ് ദ പ്രൊസീജിയർ. ഇനീഷ്യലി സ്കിന്നിൽ ആ റേഡിയോ ഫ്രീക്വൻസി പ്രോബിന് വേണ്ടി ഗ്ലിസറിൻ അപ്ലൈ ചെയ്യുന്നു. ഇറ്റ് ആക്ച്വലി ഹൈഡ്രേറ്റ്സ് ദ സ്കിൻ, പ്ലസ് റേഡിയോ ഫ്രീക്വൻസി എനർജി അകത്തേക്ക് പാസ് ചെയ്യാനും അത് സഹായിക്കും. സ്റ്റാർട്ടഡ് ദ റേഡിയോ ഫ്രീക്വൻസി ചെറിയ റൗണ്ട് മസാജസ് പോലെ റോൾസിൽ ചെയ്യുമ്പോൾ ദാറ്റ് എനർജി പാസസ് ഇൻസൈഡ് ദ സ്കിൻ. ഇപ്പോൾ അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ചൂടാണ്, ഒരു ലൈറ്റ് ഹീറ്റിംഗ്. ക്യാൻ യു ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടോ? ഓക്കെ, പെയിൻഫുള്ളോ അങ്ങനെയൊന്നുമല്ല, ഒരു ചെറിയ ഹീറ്റിംഗ് ആണ്, ഒരു നല്ലൊരു വാം ഫീലിംഗ് ഓൺ ദ സ്കിൻ ഉണ്ടാകും. ദിസ് ടെക്നിക് വിൽ ടേക്ക് അബൌട്ട് 20 മിനിറ്റ്സ് to finish the full energy. We have come to the end of this session. ഈ റേഡിയോ ഫ്രീക്വൻസി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഓക്സിപോഡ്സ് ആണ്. അതായത് ദിസ് ഇസ് ഓരോ പേഷ്യൻസിനും യൂസ് ചെയ്യുന്ന ഡിസ്പോസിബിൾ ടിപ്സാണ്. ഈ ടിപ്പിനകത്ത് ഇതൊരു പേറ്റൻറ്റഡ് ടിപ്പാണ്. ഈ പേറ്റൻറ്റഡ് ടിപ്പിനകത്ത് ഒരു പ്രത്യേകിച്ച് ഒരു മെറ്റീരിയലുണ്ട്. ഇത് ഈ ജെല്ലുമായിട്ട് മിക്സായി സ്കിന്നിൽ വരുമ്പോഴത്തേക്കും ഓക്സിജനേഷൻ നടത്താനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പേറ്റൻറ്റഡ് ടെക്നോളജിയാണ്. ദിസ് ബേസിക്കലി മൈക്രോഡെർമബ്രേഷൻ സ്കിന്നിൽ നടത്തുകയും ഓക്സിജൻ ബബിൾസ് സ്കിന്നിനകത്ത് അടിയിലേക്ക് ഓവർ ദ സൂപ്പർഫിഷ്യൽ ലെയേഴ്സിലേക്ക് വരാനും ഈ പോഡ്സ് സഹായിക്കുന്നുണ്ട്. ഇത് വി ആർ ഫിക്സിങ് ഇറ്റ് അപ്പ് ഫോർ ഈച്ച് പേഷ്യൻ്റ് ആൻഡ് വി ആർ ഡൂയിങ് വിത്ത് ദിസ് വൺ. ഓക്കെ, ഇതാണ് ഓക്സിജീനിയോയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ജെൽ വിച്ച് ഇസ് ദ റീജുവനേറ്റിംഗ് ജെൽ. ഈ ജെല്ല് പല വിധമുണ്ട്. അതായത് ഡിപ്പെൻഡിങ് ഓൺ പേഷ്യൻസിൻ്റെ ഒരു നീഡ് അനുസരിച്ച് ഈ ഉപയോഗിക്കുന്ന ജെല്ലിൽ ഡിഫറൻസ് ഉണ്ടാകും. അതാണ് അതിൻ്റെ സ്കിൻ റീജുവനേഷന് കസ്റ്റമൈസ്ഡ് ആയിട്ട് ഓരോരുത്തർക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ഡിസൈഡഡ് ബൈ ദിസ് ജെൽ. സി വിത്ത് ദ റൗണ്ട് മോഷൻ, ഇതിങ്ങനെ മോഷൻ വരുമ്പോൾ യു ക്യാൻ സി ക്ലോസ്ലി നോക്കിയാൽ അതിൽ ചെറിയ ബബിൾസ് പോലെ വരാൻ തുടങ്ങിയിട്ടുണ്ട്.
അത് ആ ഓക്സിപോഡിലെ മെറ്റീരിയലും ഈ ജെല്ലും തമ്മിലുള്ള ആ ഒരു ഇൻറ്ററാക്ഷനിലാണ് യു ക്യാൻ സീ സ്മോൾ ബബിൾസ് ഓൺ ടു ദ സ്കിൻ. ഈ ബബിൾസാണ് സ്കിന്നിലെ സർക്കുലേഷനിൽ നിന്ന് ഓക്സിജനെ ഈ സൂപ്പർഫിഷ്യൽ ലെയേഴ്സിലേക്ക് കൊണ്ടുവരുന്നത്. ദിസ് സെഗ്മെൻറ്റ് ഓക്സിജനേഷൻ കൊടുക്കുന്നു എന്ന് മാത്രമല്ല സ്കിന്നിലെ എക്സ്ഫോളിയേഷനും കൂടിയാണ് ചെയ്യുന്നത്. സ്കിന്നിൻ്റെ ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യുക, സ്കിന്നൊന്ന് പോളിഷ് ചെയ്യുക. ഇതിന് പല പേരുകളിൽ ഇത് അറിയപ്പെടാറുണ്ട്. മൈക്രോഡെർമാബ്രേഷൻ, സ്കിൻ പോളിഷിങ് എന്നുള്ള പേരിലെല്ലാം ഈ ഒരു സ്റ്റെപ്പ് അറിയപ്പെടാറുണ്ട്. സോ ദിസ് സ്റ്റെപ്പ് ഈസ് വൺ ഓഫ് ദ സ്റ്റെപ്സ്. ഈ 3 നമ്മൾ ഓക്സിജീനിയോടെ സ്റ്റെപ്പിന് നടുക്കത്തെ സ്റ്റെപ്പാണ് ഈ മൈക്രോഡെർമാബ്രേഷനോ അല്ലെങ്കിൽ സ്കിൻ പോളിഷിങ്, ഓക്സിജനേഷൻ എന്നൊക്കെ പറയുന്നത്. ഈ സ്റ്റെപ്പ് നമ്മൾ 20 മിനിറ്റ്സത്തെ കഴിഞ്ഞു. നൗ ഇത് റിമൂവ് ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ സ്കിന്നിൽ നമ്മൾ ഫസ്റ്റ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്തു, ഈ എക്സ്റ്റേണൽ ഡെഡ് സ്കിൻ ലെയറൊക്കെ റിമൂവ് ചെയ്ത് സ്കിന്ന് ഫ്രഷ് ആയി. അതായത് യു ആർ ഡിവോയ്ഡ് ഓഫ് ഓൾ ദ ഡെഡ് സ്കിൻ ആൻഡ് എവറിത്തിങ്, ഓക്സിജനേറ്റഡ് ആൻഡ് ഫ്രഷ്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ ഇനി എന്ത് ക്രീംസോ ജെല്ലോ വാട്ട് എവർ വി യൂസ് അത് നന്നായിട്ട് സ്കിന്നിനകത്തോട്ട് അബ്സോർബ് ചെയ്യും. അപ്പോൾ ആ ഒരു ഫ്രഷ്നെസ്സിനെ യൂട്ടിലൈസ് ചെയ്യാനാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അതായത് ട്രീറ്റ്മെൻറ്റ് ജെൽ രണ്ടാമത് പുരട്ടുമ്പോൾ അത് വളരെ പെട്ടെന്ന് സ്കിന്നിനകത്തേക്ക് അത് അബ്സോർബ് ചെയ്യും. അപ്പോൾ ആ അബ്സോർപ്ഷൻ കുറച്ചും കൂടി നന്നാക്കാനായിട്ടുള്ള സ്റ്റെപ്പാണ് ഈ മൂന്നാമത്തെ സ്റ്റെപ്പ്. ദാറ്റ് ഈസ് ദ ടോട്ടൽ സീലിംഗ് ഓഫ് ദ ഇഫക്റ്റ്. ഈ ഓക്സിജനിയുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ എല്ലാ ന്യൂട്രീഷനും സ്കിന്നിനകത്തേക്ക് കൊടുക്കുന്ന സ്റ്റെപ്പ്. അതിന് യൂസ് ചെയ്യുന്ന ടിപ്പ് ഹാസ് ഗോട്ട് ഇതൊരു വൈബ്രേറ്റർ ടിപ്പാണ്. ഈ വൈബ്രേറ്റർ ടിപ്പ് വെച്ചിട്ടാണ് ഈ ഇൻഫ്യൂസ്ഡ് സിസ്റ്റം ചെറിയ വൈബ്രേറ്ററി മൂവ്മെൻറ്റ്സിൽ ആ സ്കിന്നിനകത്തോട്ട് പെനട്രേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത്. ഈ ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ ഈ ഓക്സിജനിയോ ട്രീറ്റ്മെൻറ്റ് യങ്സ്റ്റേഴ്സ് ചെയ്യുന്നത് അവരുടെ സ്കിന്നിലെ ബ്ലെമിഷസ്, ടാനൊക്കെ ഒന്ന് റിമൂവ് ആയി ഒന്ന് റിഫ്രഷ്ഡ് ആകാൻ ഉപയോഗിക്കുന്നുണ്ട്. ഓൾഡ് ജനറേഷൻ ചെയ്യുന്നത് കുറച്ചുകൂടി സ്കിന്നിൻ്റെ റീജുവനേഷൻ പർപ്പസ്, അതായത് ഒരു റെഗുലർ സ്കിൻ കെയറിൻ്റെ ഭാഗമായിട്ട് ചെയ്യാൻ പറ്റും. 1 in 2 months ചെയ്യാം. അതാണ് ഏറ്റവും കൂടുതലായിട്ട് എൻ്റെ ക്ലയൻസ്. പൊതുവേ എല്ലാ ട്രീറ്റ്മെൻറ്റ്സും മറ്റുള്ള മേജർ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളവർക്ക് റെഗുലർ സ്കിൻ കെയർ എന്ന രീതിയിൽ 1 in 2 months ചെയ്യാൻ പറ്റുന്ന ഒരു വെരി ഗുഡ് മെഡിക്കൽ ഫേഷ്യലാണ് ഓക്സിജീനിയോ. ഇതിന് പ്രത്യേകിച്ച് പോസ്റ്റ് കെയർ ഒന്നും ആവശ്യമില്ല. വൺസ് യു ഡൂ ദിസ് സ്കിന്ന് നമ്മളിത് ചെയ്തിട്ട് പുറത്തിറങ്ങുമ്പോൾ തന്നെ സ്കിന്നിൽ വളരെ ഒരു ബ്രൈറ്റ്നസ്സും ഒരു ഫ്രഷ്നെസ്സൊക്കെ ഫീൽ ചെയ്യാം. ഈ ട്രീറ്റ്മെൻറ്റ് ലാസ്റ്റ് ഇട്ട ട്രീറ്റ്മെൻറ്റ് ക്രീം വേണമെങ്കിൽ 6 hours മുഖത്ത് അങ്ങനെ ഇട്ടേക്കാം. അല്ലെങ്കിൽ അത് വാഷ് ഓഫ് ചെയ്തിട്ട് യു ക്യാൻ യൂസ് യുവർ നോർമൽ മേക്കപ്പ് ഓർ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് വാഷ് ഓഫ് ചെയ്തിട്ട് പോവുകയും ചെയ്യാം. സോ ഇറ്റ് ഇസ് എ ലഞ്ച് ടൈം പ്രൊസീജിയർ പോലെ യു ക്യാൻ ഡു ഇറ്റ് എനി ടൈം. ഇപ്പോൾ ഒരു ഫങ്ഷൻസ് ഉണ്ട്, ഒരു 3 days ബിഫോർ യുവർ എനി മേജർ ഫങ്ഷൻ യു ക്യാൻ കം ആൻഡ് ഡു ദിസ്. ദാറ്റ്സ് ഓൾസോ ഗുഡ്. അല്ലെങ്കിൽ റെഗുലർ കെയർ പോലെ 1 in 2 months എന്ന രീതിയിൽ യു ക്യാൻ ഡു ദിസ്. അപ്പോൾ ഇതൊരു ഫേസിൻ്റെ ഡെഡ് സ്കിന്നൊക്കെ സ്ക്രബ് ഓഫ് ചെയ്ത് കളഞ്ഞതുകൊണ്ട് യു വോണ്ട് ബി നീഡിങ് അനദർ സ്ക്രബ് ഓർ ഫേഷ്യൽ ഓർ എനിത്തിങ് ഫോർ ദ നെക്സ്റ്റ് 2 or 3 weeks അറ്റ്ലീസ്റ്റ്. അപ്പോൾ വേറെ ഒരു ഹോം കെയർ ഒന്നും ഇതിന് ആവശ്യമില്ല. ജസ്റ്റ് സൺസ്ക്രീനും ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള റെഗുലർ ട്രീറ്റ്മെൻറ്റ് ക്രീമും മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. സോ ദിസ് ഈസ് വൺ ഓഫ് ദ വെരി commonly done medical facials in our clinic. Better life for better living.